അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിഷയം ഒരു ചമ്മന്തിപ്പൊടി ഉണ്ടാക്കലാണ്. നമുക്കിനി അത് വേഗം പോയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വന്നാലോ. അപ്പോൾ നമ്മൾ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്നത് ഈ സാധനം വെച്ചിട്ടാണ്. അപ്പോൾ ഇതെന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. അറിയാത്തവർക്കായി ഇതിൻ്റെ പേര് പറഞ്ഞുതരാം. ചങ്ങലം വരണ്ട എന്നാണ് ഇതിൻ്റെ പേര്. ഒരുപാട് ഔഷധ ഗുണമുള്ള ഇത് ആയുർവേദത്തിലൊക്കെ മരുന്നായിട്ട് ഉപയോഗിക്കാറുണ്ട്. ചങ്ങല പോലെ പടർന്നാണ് ഇത് വളരുന്നത്. ഒടുവിനും ചതവിനും ഒക്കെ ഉപയോഗിക്കുന്ന എണ്ണയിൽ ഇത് ചേർക്കാറുണ്ട്. അങ്ങാടി കടകളിലൊക്കെ ഇത് നമുക്ക് കിട്ടും. അതുപോലെ കാൽസ്യത്തിൻ്റെ കലവറ കൂടിയാണ് ഈ ചങ്ങലം വരണ്ട. നമ്മുടെ ചമ്മന്തിപ്പൊടിക്ക് ഈ ഇല എടുക്കുന്നില്ല, അതുകൊണ്ട് ഇത് പറിച്ചു മാറ്റുന്നുണ്ട്. പക്ഷേ ഈ ഇലയ്ക്കും ഗുണങ്ങളുണ്ട്. പല മരുന്നുകൾക്കും ഇതും ഉപയോഗിക്കാറുണ്ട്. ഇനി നമുക്ക് ഈ തണ്ടുകളൊക്കെ ഒന്ന് ഒടിച്ചെടുക്കാം. ഇതുകൊണ്ട് ചമ്മന്തിപ്പൊടി മാത്രമല്ല തോരനൊക്കെ വയ്ക്കാം. നമുക്കിപ്പോൾ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാം. നമുക്കിനി ഇതിന് മുകളിൽ കാണുന്ന നാരുകളൊക്കെ ഒന്ന് പറിച്ചു മാറ്റണം. അപ്പോൾ നമ്മൾ ആക്കുമ്പോൾ ഇതുപോലെ നാരുകളൊക്കെ വരും. നമ്മൾ പീച്ചിങ് നന്നാക്കില്ലേ എന്ന പോലെയാണ്. നമ്മളിതിൻ്റെ എല്ലാം നാര് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം നമുക്ക്. ഇനി നമ്മളിത് കുഞ്ഞിതാക്കി മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പം നമ്മളിത് ചങ്ങലമ്പരൻ്റെ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം. ഈ കാണുന്നതൊക്കെ നമ്മൾ ചമ്മന്തിപ്പൊടിക്ക് വേണ്ടി എടുത്തിട്ടുള്ള സാധനങ്ങളാണ്. മെയിനായിട്ട് നമ്മൾ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയുണ്ട്, ഉള്ളിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, ഇഞ്ചിയുണ്ട്, പിന്നെ പുളിയും വറ്റൽമുളകും കായും. അപ്പോൾ നമ്മൾ അടുപ്പിലൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്ത കായ ഒന്ന് മുരിച്ചെടുക്കുന്നുണ്ട്. കായപ്പൊടി ഉള്ളവർക്ക് അത് ഉപയോഗിക്കാം. നമ്മൾ അങ്ങനെ ഇവിടെ കായപ്പൊടി ഉപയോഗിക്കാറില്ല, മേടിക്കില്ല. കായപ്പൊടിയെക്കാട്ടും ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതാ കായമാണ്. കായ ഒന്ന് മൊരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചിക്ക് പുറകെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സാധനങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ചെറുതായിട്ട് വഴന്ന് വന്നാൽ അതിൻ്റെ പുറകെ നമുക്ക് ചങ്ങലം വരണ്ട ഇട്ട് കൊടുക്കാം. ആഹാ, ഇപ്പോൾ കളർഫുള്ളായില്ലേ. ഇനി ഇത് നന്നായിട്ട് മൊരിയണം. ഇതുപോലെ. ഇനി മൊരിഞ്ഞതിലേക്ക് നമുക്ക് നമ്മുടെ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ഇതിൽ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പൊടിച്ച കുരുമുളകല്ല, പൊടിക്കാത്തതാണ്. ഇനി നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ നമുക്ക് ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ വറുത്തെടുക്കണം. ഇപ്പം തന്നെ നമ്മൾ പുളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കുഞ്ഞു നെല്ലിക്ക വലിപ്പത്തിലാണ് നമ്മൾ പുളി എടുത്തിരിക്കുന്നത്. പുളിക്കും ഉപ്പും ഒന്നും ഞാൻ പ്രത്യേകിച്ച് ഒരു കണക്ക് പറയുന്നില്ല. അത് അവനവൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഈ ഒരു കളറ് തേങ്ങ ആയി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഈ കറിവേപ്പില വെള്ളമൊക്കെ പോയി ഒന്ന് നന്നായി മൊരിഞ്ഞ് കിട്ടണം. ഈ സമയത്ത് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യണമെങ്കിൽ കരിഞ്ഞു പോയാൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല ചമ്മന്തിക്ക്. ഇപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട് കഴിഞ്ഞ് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരിത്തിരി മധുരം, ഒരു അര സ്പൂണ് പഞ്ചസാരയോ ശർക്കരയോ ചേർക്കാം. ഇനി ഇത് നന്നായി തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് മിക്സിൻ്റെ ജാറിലേക്കിട്ട് പൊടിച്ചെടുക്കാം. ഒരിക്കലും ചൂടോടെ പൊടിക്കരുത്. നന്നായിട്ട് തണുത്ത് ആറിയതിന് ശേഷമേ പൊടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ചമ്മന്തിപ്പൊടി എല്ലാം നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചങ്ങലം കൊണ്ടുള്ള ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.